ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റോഡ് സേഫ്റ്റിയെ കുറിച്ചാണ്. നാട്ടിലുണ്ടാകുന്ന റോഡിലെ അപകടങ്ങളും കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ എന്നും ആൾക്കാർ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ടൂ വീലറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും കാറിലാണെങ്കിലും രാവിലെ തൊട്ട് വൈകിട്ട് വരെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആയിരക്കണക്കിന് വണ്ടികളാണ് റോഡിൽ കൂടെ പോകുന്നത്. ഇപ്പോൾ തന്നെ അത് എല്ലാവരും പുതിയ പുതിയ വണ്ടികൾ 0 ഡൗൺ പേയ്മെൻറ്റിന് വരെ നമുക്കിപ്പോൾ വണ്ടികൾ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ ലൈസൻസ് എടുത്ത് നമുക്ക് വണ്ടി റോഡിലോട്ട് ഇറക്കാം. മിക്ക ആൾക്കാരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, റൂളുകൾ പാലിക്കാറേ ഇല്ല. റോഡിൽ നടുക്ക് ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന വണ്ടി ഇങ്ങനെ നമുക്ക് ഇപ്പുറത്തെ ലൈനിൽ കയറി നമ്മളെ ലൈനിൽ കൂടെ കയറി വരും. അതിപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ആരാണെങ്കിലും കൂടുതലും ഞാൻ കണ്ടിരിക്കുന്ന കാറാണ്. ഇപ്പോൾ നമ്മൾ പോകേണ്ട വഴി കൂടെ അവർ കയറി ഇങ്ങ് വരും. അപ്പോൾ നമ്മൾ ഏത് വഴി കൂടെ പോകും, നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെ റൂള് വയലേറ്റ് ചെയ്യാന്നാണ് കൂടുതൽ ചിന്തിക്കുന്നത് ഇന്ത്യയിൽ. റെഡ് സിഗ്നൽ കണ്ടാൽ പോലും ആൾക്കാർ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. അവരങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആളും ഈ ആളും കൂടി ഇടിക്കുമ്പോൾ തന്നെ അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്. അപ്പോൾ നമ്മൾ തന്നെയാണ് ആക്സിഡൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യണത്. നമ്മളൊരു നിയമപുസ്തകത്തിൽ നമ്മളൊരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് പാലിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ മാക്സിമം എല്ലാവരും വയലേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ റോഡിലാണ് അത് കൂടുതൽ നടക്കുന്നത്. ഇപ്പോൾ ആൾക്കാർ ചിലർ മൂന്ന് പേര് ഒരു ബൈക്കിൽ പോകാറുണ്ട്. ചിലർ 3 പേരും ഹെൽമെറ്റ് വെക്കാത്ത ആൾക്കാരുണ്ട്. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടാവും, ബാക്കിലുള്ള ആൾ ഹെൽമെറ്റ് വെക്കാത്ത ആൾക്കാർ കാണും. ചിലർ ഈ റൂളെല്ലാം പാലിച്ച് പോകുന്ന ആൾക്കാർ കാണും. ചിലർ ഓവർ സ്പീഡിലാണ് പോകുന്നത്. ചിലർക്ക് വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ വലിയ ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോൾ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഹൈ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ റോഡിൽ നമുക്ക് ഓരോ റോഡിൽ കൂടെ പോകുന്നതിന് നമുക്ക് ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. പക്ഷേ ആരും ഇവിടെ അധികം ആൾക്കാർ പാലിക്കാറില്ല. ചിലർ സിക്സാക്ക് ആയിട്ടൊക്കെയാണ് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോകുന്നത്. ചില പയ്യന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിപ്പോൾ നമ്മൾ വിചാരിക്കും പയ്യന്മാർ മാത്രമാണ്. പെണ്ണുങ്ങളും ഇപ്പോൾ അങ്ങനെ ആദ്യം പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇവർ ഈ തുഴഞ്ഞു പോഞ്ഞൊക്കെ നടക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് സ്പീഡിലാണ്, പയ്യന്മാർ പോകണമെങ്കിൽ സ്പീഡിലാണ് ഇപ്പോൾ പെണ്ണുങ്ങൾ പോകുന്നത്. ചില പെണ്ണുങ്ങളും ലൈൻ ക്രോസ് ചെയ്തൊക്കെയാണ് ആൾക്കാർ കയറുന്നത്. അപ്പോൾ ഭയങ്കര സ്പീഡിലാണ് അവർ പോകുന്നത്. അപ്പോൾ 1 സെക്കൻഡ് മതി അപകടം ഉണ്ടാവാൻ. ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ ഇവർ സ്പീഡ് കയറിപ്പോകുന്നു. എന്തെങ്കിലും ഒരു ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന ഒരു 2 വീലർ ആണെങ്കിൽ 2 വീലറോ കാറോ എന്തായിക്കോട്ടെ, ജസ്റ്റ് ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ മതിയില്ലേ, അപ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കുക. നമുക്ക് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ പറ്റിപ്പോയിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യമില്ല. അത് ചിലപ്പോൾ ഇവർക്കൊന്നും പറ്റൂലായിരിക്കും. ഓപ്പോസിറ്റിൽ നിന്ന് വരുന്ന അയാൾക്ക് എന്തെങ്കിലും അയാളുടെ ജീവൻ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടത്തിൽ കിടപ്പിലായിപ്പോയി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീവിതകാലം മൊത്തം അവരങ്ങനെ അനുഭവിക്കണ്ടേ. അപ്പം നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം, ഈ കാലത്ത് നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം വരെ ഓപ്പോസിറ്റ് നിന്ന് തന്നെ ഇനി കൂടെ നമ്മൾ നോക്കേണ്ട അവസ്ഥയായി മാറി. ആൾക്കാർ നടക്കുമ്പോൾ തന്നെ ഇവർ പ്ലാറ്റ്ഫോമിൽ കൂടെ വണ്ടി കയറ്റി പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ബ്ലോക്കിൽ അവർക്ക് ആർക്കും വെയിറ്റ് ചെയ്യാൻ വയ്യ. എല്ലാവർക്കും പെട്ടെന്ന് റീച്ച് ആവണം എന്നിട്ടാണ് പോകുന്നത്. പക്ഷേ ആ പെട്ടെന്ന് റീച്ച് ആവാൻ ആ പോകുന്ന സ്പീഡിൽ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി തട്ടിയാൽ മതി, ആൾക്ക് ഒന്നും സംഭവിക്കണ്ട. പക്ഷേ ആ 1 മണിക്കൂർ അവിടെ വെറുതെ ടൈം പോയോ. പക്ഷേ നോർമൽ സ്പീഡിലാണ് അവർ പോകണമെങ്കിൽ അവർക്ക് ആ കൃത്യസമയത്ത് അവർക്ക് റീച്ച് ആകാൻ പറ്റും. അല്ലെങ്കിൽ അവർക്ക് അത്യാവശ്യം ഒരു 10 മിനിറ്റ് മുമ്പേ അവർക്ക് നേരത്തെ ഇറങ്ങിക്കൂടെ, അപ്പോൾ അവർക്ക് അവിടെ റീച്ച് ആവുമല്ലോ. പക്ഷേ അവരതൊന്നും ചെയ്തില്ല. ചിലർക്ക് ഒരു ക്രേസ് പോലെയാണ്, ഭയങ്കര ഓവർ സ്പീഡിൽ അവർക്ക് പോകണം. ചിലർ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഇപ്പം നമ്മൾ തന്നെ ട്രാവൽ ചെയ്തെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ചേർന്നില്ല എന്ന് പറഞ്ഞിട്ടായിരിക്കും വണ്ടി വരുന്നത്. നമ്മൾ തന്നെ പേടിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ പിന്നെ പേടിച്ച് അങ്ങനെ വീഴുന്ന ആൾക്കാരുണ്ട്. KSRTC ആണെങ്കിലും സാധാ ബസ് ആണെങ്കിലും ഇപ്പോൾ ചിലർ സിഗ്നലിൽ നിർത്തത്തില്ല. ചില ബസ്സിന് റെഡ് സിഗ്നൽ ഉണ്ടെങ്കിൽ അവരങ്ങ് എടുത്തുകൊണ്ട് പോകും. ചിലപ്പോൾ ഓപ്പോസിറ്റ് നിന്ന് തന്നെ തട്ടിയിട്ടുണ്ട്. അതുമല്ല ഇപ്പോൾ ബസ്സിലെ ഡ്രൈവർ ആ ഇതിലാണ് ഇരിക്കുന്നത്, ഇത്രയും പാസഞ്ചേഴ്സ് ഇരിക്കുന്നത്, റൂളുകൾ പാലിക്കേണ്ടത്. പക്ഷെ അവർ ആരും പാലിക്കാറില്ല. അവർക്ക് മരണ ഓട്ടമാണ്. അവർ ഞാൻ ജയിക്കണം. ഓവർ സ്പീഡിലാണ് മാക്സിമം ബസ്സുകളാണെങ്കിലും പോകുന്നത്. റോഡ് ഒട്ടും സേഫ്റ്റി അല്ല നമുക്ക്. അതാണ് മെയിൻ പ്രശ്നം. നമുക്കൊന്ന് നടന്നു പോകാൻ പോലും പറ്റില്ല. ഒരു സൈക്കിൾ പോകുന്നതിന് ഒരു പ്രത്യേക പാത ഇല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ മാക്സിമം അവർ വയലേറ്റ് ചെയ്ത് ഓടിക്കണം. അവർ ഏത് രീതിയിൽ വേണമെങ്കിൽ ഓടിക്കും. ഹെൽമെറ്റ് വയ്ക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അവർ സിഗ്നൽ പാലിക്കത്തില്ല. ചിലപ്പോൾ ചിലർക്ക് ലൈസൻസ് പോലും കാണില്ല. എന്നിട്ടാണ് അവർ അത്രയും സ്പീഡിൽ പോകുന്നത്. എന്തെങ്കിലും പോകുമ്പോൾ കേസാകുമ്പോഴായിരിക്കും അതിൻ്റെ അറിയുന്നത്. അവർക്ക് ലൈസൻസ് പോലും കാണില്ല. പക്ഷേ ഇതേ ആൾക്കാർ ഗൾഫിൽ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഗൾഫിലും വെളിനാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ വെളിനാട്ടിലും പ്രശ്നം വന്നു തുടങ്ങി. ഇപ്പോൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ പോകുന്ന ആൾക്കാരെല്ലാം അവിടെയും പോയി കണ്ടത് ആൾക്കാർ കാണും. കൂടുതലും ഈ പഞ്ചാബീസും അങ്ങനത്തെ ആൾക്കാരാണ് കൂടുതലും പ്രശ്നം കാണിക്കുന്നത്. കേരള അങ്ങനെ തമിഴ്നാട് ആൾക്കാരൊന്നും അങ്ങനെ വെളിയിൽ പോയി പ്രശ്നങ്ങളൊന്നും കാണിക്കാറില്ല. കൂടുതലും കേൾക്കുന്നത് ഈ പഞ്ചാബീസ് അങ്ങനെ നോർത്ത് ഇന്ത്യൻസാണ് കൂടുതലും പ്രശ്നങ്ങൾ വരുത്തിക്കുന്നത് വെളിനാട്ടിൽ പോയിട്ട്. പക്ഷേ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ആരും ഒന്നും ചെയ്യത്തില്ല. അവിടെ റൂൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്തേ അവർ പോകത്തുള്ളൂ. അവർ ഏത് ട്രാക്കിൽ കൂടെയാണോ പോകേണ്ടത് ആ ട്രാക്കിൽ കൂടെ അവർ പോകത്തുള്ളൂ. എത്ര സ്പീഡിൽ പോകണമെങ്കിൽ ആ സ്പീഡുണ്ട്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഇന്ന റോഡിൽ ഇത്ര സ്പീഡിലേ പോകാമെന്നുണ്ട്. അവർ ആ സ്പീഡിലേ പോകും. പക്ഷെ
ഒറ്റ നിർത്തണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. സേഫ്റ്റി ആയിട്ടല്ല അവർ വണ്ടി ഓടിക്കുന്നത്. അവർ ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കുമ്പോൾ തൊട്ടടുത്ത് കൂടി ആര് പോകുന്നോ അവർ തട്ടി വീഴുന്നോ ചില ഞാൻ കണ്ടിട്ടുണ്ട്. അവർ തട്ടിയിട്ടിട്ട് പോകും. അവരെ അറിയ പോലും ഇല്ല. അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ നിർത്താത്തതെന്ന് പോലും പറഞ്ഞു അവരങ്ങ് എടുത്തോണ്ട് പോകും. പാവം ഇവർ വീണ് കാലിലോ കയ്യിലോ പറ്റും. പക്ഷെ പാവം അവസാനം ഇവർ തന്നെ വണ്ടി എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും കുറേ ആക്സിഡൻറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ചുറ്റും നിങ്ങൾക്ക് തന്നെ ചുറ്റും കാണാൻ പറ്റും ആക്സിഡൻറ്റുകൾ. പാവം എങ്ങനെയെങ്കിലും കൂടുതലും 2 വീലേഴ്സ് ആയിരിക്കും വീണത്. കാറുകൾ കുറച്ച് കുറവാണ്. ഒന്നാമത് കുണ്ടും കുഴിയും കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത് നമ്മൾ ഈ പോകുന്ന റോഡിലെല്ലാം ഈ മണ്ണൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. നമ്മൾ കൊണ്ട് 2 വീലറിൽ ബ്രേക്കും പിടിച്ചു കൊടുക്കും, ഒറ്റ കമത്തി അങ്ങ് അടിച്ചിടുകയും ചെയ്യും. നമ്മൾ അവസാനം മുറിഞ്ഞ് അവിടെ നമ്മൾ ആശുപത്രി പോകേണ്ടി വരും. അങ്ങനെയും പറ്റാറുണ്ട്. സംഭവം നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ പറ്റിയിട്ടുണ്ട് നമുക്ക്. ഈ രീതിയിൽ നമ്മൾ ഇവിടെ അത്ര സേഫ്റ്റി അല്ല റോഡുകളൊന്നും. ഇത് പിന്നെ ചില സ്ഥലങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ ക്യാമറ വർക്കിംഗ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ തന്നെ സിഗ്നൽ കട്ട് ചെയ്ത് പോകാറുണ്ട്, സിക്സാക്ക് ആയിട്ട് പോകും, ഓവർ സ്പീഡിൽ പോകും, ഇതൊന്നും തട്ടിയിട്ട് പോകും. ഇതൊന്നും അവർക്കൊരു വിഷയമേ അല്ല. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഫൈൻ അടച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു ഇതൊന്നും വിഷയമില്ല. അപ്പോൾ ഇത് ചെറിയ ഫൈനായതുകൊണ്ടാണ് ഈ പ്രശ്നമില്ലാത്തത്. വലിയ വലിയ ഫൈൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഗൾഫ് കൺട്രീസ് പോലെയൊക്കെ റൂൾസ് സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇവരെല്ലാം ഇത് പാലിക്കും. അപ്പോൾ ഈ ഇവിടുത്തെ ആൾക്കാർ അവിടെ പോകുമ്പോൾ മാത്രമേ എങ്ങനെയാണ് ഇത് പാലിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം ഇവിടുത്തെ ഇത് അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്ര റാഷ് ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിലും അവിടെ പോയി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്ന അവർക്കറിയാം. അവർ മര്യാദയ്ക്ക് ഓടിക്കുന്നു. അവിടെ പോയി ഒരിക്കലും അവർ ഈ അഹങ്കാരം കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് കാണിച്ചാലും ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ളൊരു ഇതാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. ചിലർ 2 വീലറിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്, സിഗരറ്റ് വലിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതിനും പെണ്ണുങ്ങളായാലും മൊബൈൽ ഫോൺ ഇങ്ങനെ സംസാരിച്ചിട്ട് പോകുന്ന ആൾക്കാർ ഹെൽമെറ്റ് വെക്കുന്നതേ മൊബൈൽ ഫോൺ വെക്കാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ. ചില ആൾക്കാർ അങ്ങനെയാണ്. അല്ലെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് സംസാരിച്ചൂടെ? അവർ സംസാരിക്കില്ല. അവർ മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച് സംസാരിക്കും. ചിലർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക, ഹെൽമെറ്റൊന്നും വെക്കില്ല, ഇങ്ങനെ ഇരുന്ന് പോകുന്ന ടീമുകളുണ്ട്. അത് ആൺകുട്ടികളായാലും പെണ്ണുങ്ങളായാലും പോകുന്ന ആൾക്കാരുണ്ട്. ചിലർ ബ്ലൂടൂത്ത് വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പോലീസിന് പിടിക്കുന്ന ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ പോകുന്നത് മാത്രമേ അവർക്ക് പിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്യാമറയിൽ ചെക്ക് ചെയ്ത് അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുക. വലിയ ഫൈൻ അടിക്കുക. ചെറിയ ഫൈൻ അടിക്കണമെന്നാൽ ഇവരെല്ലാം ഈ പ്രശ്നമില്ലാതെ ഒരു കുഴപ്പമില്ലാതെ ഇതിപ്പോൾ വീഴ്ത്തിയാൽ പോലും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ. അതുകൊണ്ടാണ് ആൾക്കാർക്ക് നിയമങ്ങൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലാത്തത്. വെളിയിലൊക്കെ പോലെ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഇവിടെ ആരും ഒന്നും ചെയ്യത്തില്ല. അതിനി ഏത് കാലത്ത് വരുമെന്ന് അറിയത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇവിടുത്തെ റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി കിട്ടത്തില്ല. ഇതിപ്പോൾ നടന്നു പോകുന്നവരെ വരെ വണ്ടി വന്ന് ഇടിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത്രമാത്രം ഓവർ സ്പീഡാണ്. ഇപ്പോൾ ഗവൺമെൻറ് വണ്ടി ആയാലും ശരി തന്നെ, പ്രൈവറ്റ് ആയാലും ശരി തന്നെ, ആരാണെങ്കിലും ചില ഗവൺമെൻറ് വണ്ടിയാണെങ്കിൽ പോലും ഓവർ സ്പീഡിലാണ് പോകുന്നത്. അവർ പോലും നിയമം പാലിക്കുന്നവർ ഒരു നിയമം വയലേറ്റ് ചെയ്താണ് പോകുന്നത്. അപ്പോൾ ആർക്കും ഇവിടെ ഒരു പ്രശ്നമില്ല നിയമം ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരു ജീവൻ പോകാൻ വലിയ സമയം വേണ്ട. അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമ്മളും സേഫ് ആയിരിക്കണം, ഈ നമ്മളെ ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നവരും സേഫ് ആയിരിക്കണം. അങ്ങനെ ചിന്തിച്ച് വേണം നമ്മൾ വണ്ടി ഓടിക്കാൻ. അല്ലാതെ നമ്മൾ അവരെ ട്രാക്കിൽ കയറി നമ്മൾ ഓവർ സ്പീഡിൽ വരെയല്ല ചെയ്യേണ്ടത്. ക്യാമറയും ഡിറ്റക്ട് ചെയ്യാറില്ല ഇതൊന്നും. വല്ലപ്പോഴും എനിക്ക് 1-2 ക്യാമറകൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഫൈന് പോകും. അത്ര ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫൈനേ കാണത്തുള്ളൂ. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ വെളിനാട്ടിലൊക്കെ അവർ ഒരു ടയർ തേഞ്ഞാലും അവർ എല്ലാ വർഷവും അവർ ചെക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് എല്ലാ മാസവും അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പക്കയാണെങ്കിൽ മാത്രമേ അവർക്ക് അവിടെ ഓട്ടിക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ എത്ര ഇതായിട്ടുള്ള വണ്ടിയാണെങ്കിലും ഇവിടെ ആൾക്കാർ ഓട്ടിക്കാറുണ്ട്. ടയർ തേഞ്ഞിട്ടാണെങ്കിലും. അപ്പോൾ വണ്ടി അത്ര മോശമാണെങ്കിൽ പോലും നമ്പർ പ്ലേറ്റ് പോലും നല്ല ക്ലിയർ കാണില്ല. ഇപ്പം അങ്ങനത്തെ ഇൻഷുറൻസ് കാണില്ല, ഒന്നും കാണത്തില്ല, പൊല്യൂഷൻ കാണത്തില്ല. അങ്ങനത്തെ വണ്ടിയാണെങ്കിൽ പോലും ആൾക്കാർ ഇവിടെ ഓട്ടിക്കാറുണ്ട്. പിന്നെ ചുമ്മാ പോകുന്ന പാവങ്ങൾക്ക് ഫൈൻ അടിച്ചു കൊടുക്കാറുണ്ട്. വയലേറ്റ് ചെയ്യുന്ന ആരെയും ഒന്നും ചെയ്യാറില്ല. എല്ലാവരും വിചാരിച്ചാലേ ഒരു കാര്യം നന്നാവത്തുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഇത് വരിക, ഓട്ടിക്കുന്ന ആൾക്കാരും അതിൻ്റെ ഇതെടുക്കുക. അപ്പോൾ അല്ലാതെ പോലീസിനെ പേടിച്ച് മാത്രം ഹെൽമെറ്റ് വെക്കുക, ക്യാമറ പേടിച്ച് മാത്രം ഹെൽമെറ്റ് വെക്കുക. നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു തട്ടി വീണാൽ പോലും നമ്മൾ തലയെ അടിക്കാതിരിക്കാനും നമ്മൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ സ്പീഡ് കുറച്ച് പോകും. നമ്മൾ ഹെൽമെറ്റ് വെയർ ചെയ്യുക. ഇപ്പോൾ കാറിലാണെങ്കിൽ സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യുക.